ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ എന്തോ വലിയൊരു ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. കൃഷ്ണ ഭഗവാന്റെ കൃപ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ ആ ഒരു സോൾ എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള സോളാണ്. നിങ്ങൾ വളരെ സ്നേഹമുള്ളതും പവിത്രവുമായിട്ടുള്ള സോളാണ് നിങ്ങൾ. നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒരു രീതിയിലുമുള്ള ഡൗട്ട് നിങ്ങൾ വയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കൂടെ വളരെ മോശം രീതിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴെല്ലാം നിങ്ങൾ ക്ഷമിച്ചു, മാപ്പ് കൊടുത്തു അവർക്ക്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകുന്ന ഒരു സോളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ സരളതയുള്ള വ്യക്തി, പവിത്രമായിട്ടുള്ള വ്യക്തി, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി. നിങ്ങളുടെ ഈ ഒരു പോസിറ്റിവിറ്റി ശ്രീകൃഷ്ണ ഭഗവാനിൽ നിങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു പ്രസന്നനാക്കാൻ സഹായിക്കുന്നു. അത്രമാത്രം പോസിറ്റിവിറ്റി നിങ്ങളുടെ ചുറ്റിലും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ 3 രീതിയിലുള്ള ഒരു ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഗണേശ ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി നിങ്ങളുടെ ലൈഫിൽ എന്ത് വിഘ്നങ്ങളാണോ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വിഘ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തടസ്സങ്ങൾ ഗണേശ ഭഗവാനാണ് മാറ്റുന്നത്. ഇവിടെ വിഘ്നേശ്വര ഭഗവാൻ നിങ്ങൾക്ക് ബുദ്ധിയും നല്ല ഒരു വാണി, നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു പ്രഭാവം, മറ്റുള്ളവർ പ്രഭാവം ചെലുത്താൻ നിങ്ങളെ കൊണ്ട് സഹായിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഗണേശ ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ് ആണ് അതെല്ലാം. അതായത് ബുദ്ധി, ജ്ഞാനം, നിങ്ങളുടെ വാണിയുടെ ആ ഒരു കഴിവ്. ഇവിടെ നിങ്ങളുടെ കൂടെ ഒരിക്കലും തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ രീതിയിൽ എന്തോ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇത്രമാത്രം പോസിറ്റിവിറ്റി, അതായത് നെഗറ്റിവിറ്റിയെ എല്ലാം മാറ്റിയിട്ട് പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ആയിരുന്നിട്ടുണ്ട് എങ്കിൽ ആ നെഗറ്റിവിറ്റി എല്ലാം മാറ്റി പോസിറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഗണേശ ഭഗവാനാണ്. ശുഭത നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് ഗണേശ ഭഗവാനാണ്. ഇവിടെ ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ്. വീട്ടിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഗണേശ ഭഗവാനാണ് ചെയ്യുന്നത്. ഇവിടെ നല്ല ഒരു തുടക്കം, ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള തുടക്കം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ മാ സരസ്വതിയുടെ കൃപ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാ സരസ്വതിയുടെ ആ ഒരു കൃപ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജ്ഞാനം, അറിവ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബുദ്ധി, ജ്ഞാനം എല്ലാം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത്, അവിടെ നിന്ന് പുറത്തു വരുന്ന കാര്യം നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി സരസ്വതി ദേവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ആ ഒരു വിസ്താരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്ന് ഗണേശ ഭഗവാന്റെ ആ ഒരു കൃപ കാരണം നിങ്ങളുടെ വാണിയുടെ പ്രഭാവം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സരസ്വതി ദേവിയുടെ കൃപയാൽ നിങ്ങളുടെ ജ്ഞാനം, ബുദ്ധി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി മൂന്നാമത് മാ ലക്ഷ്മിയുടെ ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ 3 ദൈവങ്ങളുടെ ആശീർവാദം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതായിട്ട്, അതാണ് 3 ബ്ലെസ്സിങ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 ബ്ലെസ്സിങ് ഇതാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് 3 രീതിയിലുള്ള ആശീർവാദം ലഭിക്കുകയാണ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 3 നമ്പർക്കുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ടെൻഷനിലാണ്. ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു എനർജി അവർക്ക് തിരിച്ച് മോശം കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 3 രീതിയിലുള്ള വരദാനം ലഭിക്കുമ്പോൾ അവർക്ക് 3 രീതിയിലുള്ള ടെൻഷനാണ് കിട്ടുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് 3 രീതിയിലുള്ള ടെൻഷൻ എന്തുകൊണ്ടാണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവരുടെ കർമ്മയാണ് അതിന് കാരണം. ഇവിടെ ചില ആൾക്കാർ നിങ്ങളോട് വളരെ മോശമായിട്ടുള്ള ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ വളരെ മോശം രീതിയിൽ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു. അതായത് ഒരു തരത്തിലും പോവാൻ പറ്റാത്ത ലെവലുണ്ടല്ലോ, ആ ലെവലിൽ പോയി നിങ്ങളെ അപമാനിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെ നിങ്ങളെ അപമാനിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൈവം തിരിച്ച് ടെൻഷൻ തന്നെയായിരിക്കും കൊടുക്കുന്നത്.
അതായത് ചില ആൾക്കാർ ചിന്തിക്കുന്നത് വളരെ മോശം രീതിയിൽ നിങ്ങൾ അപമാനിക്കണമെന്നാണ്. അതായത് ദ്രൗപദിയെ പാണ്ഡവരുടെ ആ ഒരു സദസ്സിൽ അപമാനിച്ചില്ല, അതേപോലെ നിങ്ങളെ ആ രീതിയിൽ അപമാനിക്കാൻ വേണ്ടി ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആ ഒരു പദ്ധതി ദൈവം നടപ്പിലാക്കും? ഒരിക്കലുമില്ല. അവർക്ക് തിരിച്ച് അവർക്ക് എന്താണോ ചിന്തിക്കുന്നത് അപ്പുറമായിട്ട് അവർക്ക് മോശം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ആൾക്കാർ എത്രത്തോളം ദുർവ്യവഹാരമാണ് നിങ്ങളോട് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ എങ്ങനെ അവരിൽ നിന്ന് സംരക്ഷിക്കാം എന്നാണ് നിങ്ങൾ നോക്കുന്നത്. കാരണം ചില ആൾക്കാരുടെ സ്വഭാവം നിങ്ങൾക്കറിയാം. ഇന്ന ആൾക്കാർ എന്നോട് വളരെ മോശം രീതിയിലാണ് പെരുമാറുന്നത്, അവർക്ക് എന്നോട് ദേഷ്യമാണ് എന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ എന്നിട്ടും നിങ്ങൾ അവിടെ നിങ്ങളെ എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനോട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പറയണമെന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞ് ഇരിക്കുന്ന ഒരു പ്രശ്നം തന്നെ ഇല്ല ഈ ലോകത്ത്. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അദ്ദേഹത്തിനോട് പറയണം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യണം നിങ്ങളുടെ എന്ത് വിഷമമാണോ എല്ലാം. ഇവിടെ അദ്ദേഹം നിങ്ങളെ ഏത് രീതിയിൽ രക്ഷിക്കുമെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നിങ്ങളുടെ ആ ഒരു മര്യാദ എങ്ങനെ നിലനിർത്തുമെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഉറപ്പായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു കൃപ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാ വിഷമവും അദ്ദേഹത്തിനോട് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. ഇവിടെ ഒരു രീതിയിലുമുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള മോശം ആൾക്കാരിൽ നിന്ന്. ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് സറണ്ടർ ചെയ്താലേ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്കിതിലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാ വിഷമങ്ങളും സറണ്ടർ ചെയ്യുക. ഇവിടെ മഹാഭാരതത്തിൽ സംഭവിച്ചതുപോലെ വളരെ മോശം രീതിയിൽ ആരാണോ ഒരു പെണ്ണിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, അവിടെ ലാസ്റ്റ് എന്താണ് സംഭവിച്ചത് നിങ്ങൾ കണ്ടതല്ലേ. അവിടെ ഏറ്റവും കൂടുതൽ ഒരു ആളുടെ ബുദ്ധിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. അത് ശകുനിയുടെ ബുദ്ധിയായിരുന്നു. ശകുനിയായിരുന്നു എല്ലാത്തിനും ഒരു കാരണം. ഇവിടെ ആ ശകുനിയുടെ ബുദ്ധി കാരണം ദുശ്ശാസനൻ, ദുര്യോധനൻ, ധൃതരാഷ്ട്രർ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഒരു വ്യക്തിയുടെ മോശം ബുദ്ധി കാരണം എല്ലാവർക്കും അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഫീലാകുന്നത്. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിടത്ത്, ബാക്കി എല്ലാവരും സൈഡ്, എല്ലാവരും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ട് അവരോടെല്ലാം പോരാടുന്ന ഒരവസ്ഥ. ഇവിടെ ഒരു മര്യാദയ്ക്കപ്പുറം പോയി ആൾക്കാർ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മഹാഭാരതവും നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നു ആ സമയം. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വിഷമം. ഒരു മര്യാദയ്ക്കപ്പുറം പോയി വളരെ മോശം രീതിയിലാണ് ആൾക്കാർ നിങ്ങളോട് പെരുമാറുന്നത്. എവിടെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ സറണ്ടർ ചെയ്യണമെന്ന് തോന്നുന്നു, അവിടെയെല്ലാം നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വലിയൊരു ന്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോലും അത്ഭുതമായി തോന്നും, ദൈവമേ ഇങ്ങനൊരു ന്യായം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന്. ഇവിടെ ചില സമയങ്ങളിൽ അവരുടെ ആ ഒരു കണ്ണുകൾ കാണുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ന്യായത്തിൻ്റെ എന്തുമാത്രം ആവശ്യകതയാണ് ഉള്ളത് എന്ന്. അവരുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ, ചില ആൾക്കാരുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. എവിടെയാണോ ദൈവം നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ പറയുന്നത് അവിടെ നിങ്ങൾ സറണ്ടർ ചെയ്യുക. എവിടെയാണോ നിങ്ങളോട് നിശബ്ദമായിട്ടിരിക്കാൻ പറയുന്നത് അവിടെ നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് അപ്പോൾ ന്യായം ലഭിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എല്ലാ എനിമീസിനും കർമ്മ റിട്ടേൺ ശ്രീകൃഷ്ണ ഭഗവാൻ ഉറപ്പായിട്ടും കൊടുക്കുന്നതാണ്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും അല്ലെങ്കിൽ ഈ പ്രകൃതി പോലും നിങ്ങളുടെ കൂടെ സംഭവിച്ച അന്യായം ഒട്ടും തന്നെ അവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ദൈവത്തിനോട് വിഷമം പറയുന്നുണ്ട്, എൻ്റെ കൂടെ ന്യായം ചെയ്യുന്നില്ലല്ലോ ദൈവമേ, ഇത്രയും അന്യായം ഞാൻ സഹിച്ചിട്ടും അങ്ങിത് കാണുന്നില്ലേ എന്നുള്ള രീതിയിൽ. ഇവിടെ അദ്ദേഹം ന്യായം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തം എനർജി അതിനെ തടസ്സപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾക്ക് തോന്നുന്നത് ക്ഷമിച്ചേക്കാം, ഇതിന് ആവശ്യമില്ലാതെ ഇവരോടൊക്കെ വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുന്നത്, ക്ഷമിച്ചേക്കാം, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഭഗവാൻ ന്യായം ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ആ ഒരു എനർജി അവിടെ തടയിടുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു സോളെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാൻ പാടില്ല, ഞാൻ കാരണം ആർക്കും വേദന ഉണ്ടാവാൻ പാടില്ല, അവരെന്നെ എത്രത്തോളം വേദനിപ്പിച്ചോട്ടെ, ഞാൻ തിരിച്ച് അവരോട് ക്ഷമിക്കും എന്നുള്ള മനോഭാവമാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തെങ്കിലും ന്യായം പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ഈ ഒരു എനർജി അവിടെ തടസ്സം ആയിട്ടിരിക്കുന്നത്.
ഇവിടെ ഒരു സമയം വരെ ഈ ഒരു തടസ്സം ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു ന്യായം തടയാൻ നിങ്ങൾക്കോ ആർക്കും സാധിക്കത്തില്ല. ന്യായം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഉള്ള ആ ഒരു എനിമീസ് ഒത്തിരി കൂടുതലായിട്ടുണ്ട്. 1-2 പേരല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനിമീസ് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി എനിമീസ് കൂട്ടുകയാണ്. അതായത് നിങ്ങളോടുള്ള ആ ഒരു വൈരാഗ്യത്തോടു കൂടി അവർ നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുടെ എണ്ണം കൂട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് പോകുന്നത് ഏത് വ്യക്തിയാണോ ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തി നിങ്ങൾക്ക് നേരെ എനിമീസിൻ്റെ എണ്ണം കൂട്ടുന്നത്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും സമാധാനത്തോടെ ഇരിക്കാൻ പാടില്ല. അതിനുവേണ്ടി നിങ്ങളുടെ 4 ചുറ്റിലും ശത്രുക്കളെ കൊണ്ട് നിറയ്ക്കുകയാണ് ഈ വ്യക്തി. ഇവിടെ ഗണേശ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ ഒരു രീതിയിലുമുള്ള സാക്രിഫൈസും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഒരു രീതിയിലുമുള്ള സാക്രിഫൈസും ചെയ്യണ്ട. ഇവിടെ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിലും അത് വേറൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ പതുക്കെ നിങ്ങളുടെ മനസ്സ് കഠോരമായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ വേറെയാണ്. അതിൻ്റെ ആ ഒരു റീസൺ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ മനസ്സ് എന്തുകൊണ്ടാണ് കഠോരമാകുന്നത്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് സ്ട്രോങ് ആക്കുന്നത് ഈശ്വരൻ. ചില സമയം ഈശ്വരൻ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ന്യായമാണ് നിങ്ങളുടെ ലൈഫിൽ കാണിച്ച് തരുന്നത്. അപ്പോൾ ഗണേശ ഭഗവാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഒരു രീതിയിലുമുള്ള സാക്രിഫൈസും നിങ്ങൾക്കിനി ചെയ്യേണ്ടതായിട്ടില്ല. എത്രത്തോളം സമർപ്പണവും ത്യാഗവും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം മതി. ഇനി ഒരു സാക്രിഫൈസും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിനെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ദൈവം പറഞ്ഞല്ലോ 3 രീതിയിലുള്ള വരദാനം നിങ്ങൾക്ക് തരുന്നുണ്ട്. ജ്ഞാനം, ബുദ്ധി, വാണിയുടെ ആ ഒരു പ്രഭാവം, ലക്ഷ്മി ദേവിയുടെ ആ ഒരു ആശീർവാദം, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയല്ലേ. ഈ ഒരു ബ്ലെസ്സിങ്ങിൽ നിങ്ങൾ ഉറപ്പായിട്ടും സന്തോഷിക്കുക. ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഓരോ ദിവസം കൂടുന്തോറും നിങ്ങളുടെ ലൈഫിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കൂടുതലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണോ അത് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നല്ല രീതിയിലൊരു ന്യായം നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. 1 മാസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങളോട് മോശം ചെയ്ത വ്യക്തിയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ എന്ന്. ആരാണോ തെറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഉള്ളവർക്കും അവർ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു കർമ്മഫലം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലക്ഷ്മി നാരായണൻ്റെ ആശീർവാദം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി എന്തെങ്കിലും പൂജയോ പ്രാർത്ഥനയോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ അവർ 2 പേരുടെയും ആ ഒരു ഛായയിൽ നിങ്ങൾ സേഫായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു രീതിയിലും ഉള്ള ഒരു ശത്രുക്കൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ എന്ത് വിഷമമായിക്കൊള്ളട്ടെ അത് ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചാൽ മാത്രം മതി. നിങ്ങൾ വളരെ വലിയൊരു സന്തോഷത്തിൻ്റെ ആഗമനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മൂന്നാമതും ശ്രീ ഗണേശ ഭഗവാന്റെ ആ ഒരു എനർജി വന്നിട്ടുണ്ട്. എന്താ ഒരു ശുഭത നിങ്ങളുടെ ലൈഫിൽ ആഗമനം ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം സ്ഥിതികൾ നമ്മൾ നോക്കും പോലെ ആയിരിക്കത്തില്ല. നമുക്ക് തോന്നും നെഗറ്റീവ് എനർജിയാണെന്ന്, പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല. പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ എൻ്റർ ആവാൻ തുടങ്ങുമ്പോഴാണ് നെഗറ്റിവിറ്റി പതിയെ തന്നെ നമ്മുടെ ലൈഫ് വിട്ടു പോകുന്നത്. കുറച്ചൊന്ന് നിങ്ങളുടെ ചെവികൾ തുറന്ന് വയ്ക്കുക. ഇവിടെ മൗസിൻ്റെ ആ ഒരു എനർജി ചെവികൾ തുറന്ന് വയ്ക്കുക എന്നാണ് കാണിക്കുന്നത്. ചില ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ആരോടും ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കൂടാതെ യൂണിവേഴ്സിൽ ബിലീവ് ചെയ്യുക. നിങ്ങൾ 5 മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ വർക്കിൽ എന്തെങ്കിലും തടസ്സം വരുന്നുണ്ടെങ്കിൽ ഗണേശൻ്റെ മന്ത്രം നിങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ്. 2 മിനിറ്റ് ഗണേശൻ്റെ മന്ത്രം ചൊല്ലുക. ഇവിടെ ഞാൻ എപ്പോഴും പറയും, ഒരു ഏലയ്ക്ക ഗണേശ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് താഴെ വച്ചിട്ട് അത് നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ വാണിയുടെ ദോഷം, നിങ്ങളുടെ ഒരു പ്രവൃത്തി മറ്റുള്ളവർ മോശമായിട്ടാണ് കാണുന്നതെങ്കിൽ അതെല്ലാം മാറി നിങ്ങളെ ആൾക്കാർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചുമ്മാ കഴിക്കാൻ പാടാണെങ്കിൽ ചായയിലോ അല്ലെങ്കിൽ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ടിട്ട് അത് കുടിച്ചാലും മതി.
അതായത് മറ്റുള്ളവർ നിങ്ങളെ മോശം രീതിയിൽ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് മാറാൻ ഈ ഒരു പ്രക്രിയ നല്ലതാണ്. പശുവിന് എന്തെങ്കിലും നിങ്ങളെ കൈകൊണ്ട് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഗ്രീൻ നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ടും ധരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ 3 പ്രാവശ്യം മെസ്സേജ് വന്നേക്കാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ കൂടെ വളരെ വലിയൊരു ന്യായം ചെയ്യാൻ പോകുകയാണ് എന്നാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരു വലിയ ന്യായമാണ് ഭഗവാൻ നിങ്ങൾക്ക് നേരെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നും ഭഗവാൻ തന്നെയാണ് എനിക്ക് നേരെ ന്യായം ചെയ്തത്, അങ്ങനൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് മോശം ചെയ്തിട്ട് അവർക്കൊരു പേടിയുമില്ല, വീണ്ടും അവർ മോശം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അധർമ്മത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആ വ്യക്തി ചിന്തിക്കുന്നത് അവരെപ്പോലെ വലിയൊരു ജ്ഞാനി ഈ ലോകത്ത് വേറെ ഇല്ല എന്നാണ്. അവർ ചെയ്യുന്നതോ ആരും കാണുന്നില്ല, ഈശ്വരൻ കാണുന്നില്ല എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റ് എത്തുമ്പോൾ അവരുടെ എല്ലാ പ്രവൃത്തികൾക്കും കൂടെ ഉള്ള ബലം ദൈവം ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്. അതവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില ഭഗവാൻ സ്വയം അവരോട് ചോദിക്കുന്നതാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നോടും കൂടെ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശാന്തമായിട്ടിരിക്കൂ, നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുമെന്ന്. അതേപോലെ ആണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോടും ദൈവം ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. ന്യായം ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ ഉണ്ടാവുന്നതാണ്. കുതിരയുടെ ഇമേജസ്, കുറേ കുതിരകൾ, 7 കുതിരകൾ ഇങ്ങനെ ഓടി പോകുന്ന വീഡിയോസ്, നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ടുള്ള വീഡിയോസ്, ഇമേജ്, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ സൂചിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് നേരെ ഉടനെ തന്നെ ന്യായം ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ്. ഇവിടെ നിങ്ങളുടെ ദുഃഖത്തിന് കാരണമായിട്ടുള്ളത് കുറേ ആൾക്കാരാണ്. അവരുടെ എല്ലാം മുഖംമൂടി നിങ്ങളുടെ മുന്നിൽ അഴിഞ്ഞു വീഴുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എനർജി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് വ്യക്തികളുടെ യഥാർത്ഥ മുഖം എന്താണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. സെക്കൻഡ്, നിങ്ങളുടെ മുന്നിൽ ആർക്കും ഒരു രഹസ്യവും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ആ രഹസ്യം. അതുപോലെ തന്നെയാണ് ആൾക്കാരുടെ ആ ഒരു മാസ്ക്, അത് നിങ്ങളുടെ മുന്നിൽ പുറമോടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് നിങ്ങളുടെ സാരഥിയായിട്ട് അദ്ദേഹമുണ്ട് കൂടെ. നിങ്ങൾക്ക് നേരെ ന്യായം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങളെ ഒരിക്കലും തെറ്റായ വഴിയിൽ അദ്ദേഹം കൊണ്ടുപോകത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. എല്ലാം നല്ലത് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓരോ രൂപത്തിലും അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിംഗ് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.